നമസ്കാരം. ഇന്ത്യൻ സൈനിക ചരിത്രത്തിൽ ആദ്യമായി സഹപാഠികൾ കര നാവികസേനാ മേധാവി സ്ഥാനങ്ങളിൽ. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയും കരസേനാ മേധാവിയായി ഇന്ന് ചുമതലയേറ്റ ഉപേന്ദ്ര ദ്വിവേദിയും മധ്യപ്രദേശിലെ രേവയിലുള്ള സൈനിക വിദ്യാലയത്തിൽ ഒരേ ക്ലാസ്സിലെ വിദ്യാർത്ഥികളായിരുന്നു. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ഒരേ ബാച്ചിൽ പഠിച്ചിറങ്ങിയവർ മുൻപും ഒരേ സമയം വിവിധ സേനകളുടെ മേധാവിമാരായിട്ടുണ്ടെങ്കിലും ഒരേ ക്ലാസ്സിൽ പഠിച്ചിറങ്ങിയ രണ്ടുപേർ സേനകളുടെ മേധാവികളാകുന്നത് ഇതാദ്യമായിട്ടാണ്. 1970 ദിനേശ് ത്രിപാഠിയും ഉപേന്ദ്ര ദ്വിവേദിയും മധ്യപ്രദേശിലെ രേവ സൈനിക വിദ്യാലയത്തിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥികളായിരുന്നത്. സൈന്യത്തിന് നേതൃത്വം നൽകുന്ന രണ്ട് പ്രഗത്ഭരായ വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കാനുള്ള അപൂർവ ബഹുമതി മധ്യപ്രദേശിലെ രേവയിലുള്ള സൈനിക് സ്കൂളിന് ലഭിച്ചു എന്ന് പ്രതിരോധ വക്താവ് ഭരത് ഭൂഷൺ ബാബു എക്സിൽ കുറിച്ചു. പാകിസ്ഥാൻ ചൈന അതിർത്തികളിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഉപേന്ദ്ര ദ്വിവേദി ഫെബ്രുവരിയിലാണ് കരസേന ഉപമേധാവിയായി ചുമതലയേറ്റത്. കരസേനയുടെ 30ാമത്തെ മേധാവിയാണ് ദ്വിവേദി. കഴിഞ്ഞ മെയ് 1 നാവികസേനയുടെ 28ാം അഡ്മിറൽ ജനറൽ പദവി ദിനേശ് ത്രിപാഠി ഏറ്റെടുത്തത്. മലയാളിയായ അഡ്മിറൽ ആർ ഹരികുമാർ വിരമിച്ചതോടെയാണ് വൈസ് അഡ്മിറലായിരുന്ന ത്രിപാഠി നാവികസേനയുടെ തലപ്പത്ത് എത്തിയത്. ജമ്മുവിലെ ഉധംപൂർ ആസ്ഥാനമായ വടക്കൻ സേനാ കമാൻഡിൻ്റെ മേധാവിയായിരുന്നു. വിരമിച്ച കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെയ്ക്ക് സൈന്യം ഗാർഡ് ഓഫ് ഓണർ നൽകി യാത്രയയപ്പ് ചടങ്ങ് നടത്തി. സൗത്ത് ബ്ലോക്കിൽ പ്രതിരോധ മന്ത്രാലയത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. നാവികസേനയുടെ അടുത്ത മേധാവിയായി വൈസ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയെയാണ് സർക്കാർ ആദ്യം നിയമിച്ചത്. നിലവിൽ നാവികസേന ഉപമേധാവിയായിരുന്നു അദ്ദേഹം. വ്യാഴാഴ്ച രാത്രിയാണ് സർക്കാർ ഉത്തരവിറക്കിയത്. ഏപ്രിൽ 30 വിരമിക്കുന്ന നിലവിലെ മേധാവി അഡ്മിറൽ ആർ ഹരികുമാറിൻ്റെ ഒഴിവിലേക്കാണ് നിയമനം. 1964 മെയ് 15 ജനിച്ച ത്രിപാഠി 1985 ജൂലൈയിലാണ് നാവികസേനയുടെ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൽ ചേർന്നത്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇലക്ട്രോണിക് വാർഫെയർ വിദഗ്ധൻ കൂടിയാണ് അദ്ദേഹം. ചൈനയുമായുള്ള നിയന്ത്രണ രേഖ ഉൾപ്പെടെ വിവിധ സുരക്ഷാ വെല്ലുവിളികൾ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന സമയത്താണ് 1.3 ദശലക്ഷം വരുന്ന ഇന്ത്യൻ സൈന്യത്തിൻ്റെ ചുമതല ജനറൽ ദ്വിവേദി ഏറ്റെടുക്കുന്നത്. രേവയിലെ സൈനിക് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ജനറൽ ദ്വിവേദി 1984 ഡിസംബർ 15 ഇന്ത്യൻ ആർമിയുടെ 18 ജമ്മു കശ്മീർ റൈഫിൾസിലേക്കാണ് കമ്മീഷൻ ചെയ്യപ്പെട്ടത്. പിന്നീട് യൂണിറ്റിൻ്റെ കമാൻഡറായി. 40 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ദീർഘവും വിശിഷ്ടവുമായ കരിയറിൽ വിവിധ കമാൻഡുകളിലും സ്റ്റാഫ് ഇൻസ്ട്രക്ഷണൽ വിദേശ നിയമനങ്ങളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കമാൻഡ് ഓഫ് റെജിമെൻറ്റ് 18 ജമ്മു ആൻഡ് കശ്മീർ റൈഫിൾസ്, ബ്രിഗേഡ് 26 സെക്ടർ അസം റൈഫിൾസ്, ഇൻസ്പെക്ടർ ജനറൽ അസം റൈഫിൾസ്, 9 കോർപ്പ് എന്നിവയാണ് ജനറൽ ദ്വിവേദിയുടെ കമാൻഡ് നിയമനങ്ങൾ. പരംവിശിഷ്ട സേവാ മെഡൽ, അതിവിശിഷ്ട സേവാ മെഡൽ എന്നിവയുൾപ്പെടെ നേടിയിട്ടുണ്ട്. എന്തായാലും ഇന്ത്യൻ കരസേനയ്ക്ക് ശക്തി പകരുന്ന ഒരു വ്യക്തിത്വമായി, ഒരു മേധാവിയായി അദ്ദേഹം നിലകൊള്ളും എന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ കരസേനയുടെ മേധാവിയായി കേന്ദ്ര സർക്കാർ നിയമിച്ചിരിക്കുന്നത്. വിവിധ യുദ്ധമുഖങ്ങളിലും അതുപോലെ തന്നെ യുദ്ധതന്ത്രങ്ങളിലുമൊക്കെ ഒരുപാട് കഴിവ് കാട്ടിയ വ്യക്തി കൂടിയാണ് പുതിയ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി. അദ്ദേഹത്തിൻ്റെ സഹപാഠിയും സുഹൃത്തുമായ ത്രിപാഠി കൂടി നാവികസേനയുടെ തലപ്പത്ത് എത്തുമ്പോൾ തീർച്ചയായിട്ടും ഇരുവരും സന്തുഷ്ടരാണ്. ഒരുമിച്ച് നിന്ന് സഹപാഠികൾ, ഒരേ ക്ലാസ്സിൽ പഠിച്ചവർ ഇന്ത്യൻ നാവികസേനയും ഇന്ത്യൻ കരസേനയും നയിക്കുന്ന അപൂർവമായ ഒരു അവസരത്തിനാണ് ഇപ്പോൾ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിൻ്റെയും ഇന്ത്യൻ കരസേനയുടെയും ഇന്ത്യൻ നാവികസേനയുടെ ഒക്കെ തന്നെ ശക്തി വർദ്ധിപ്പിക്കുന്ന പുതിയ നടപടികളുമായി ഇരുവരും മുന്നോട്ട് പോകും. ഇന്ത്യ പ്രതിരോധ രംഗത്ത് വലിയ തോതിലുള്ള മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെയൊക്കെ തന്നെ ഊർജം പകർന്ന് മുന്നോട്ട് നയിക്കാൻ ഇരുവർക്കും സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് ഭാരതത്തിലെ ഓരോ ജനവും. തീർച്ചയായിട്ടും ഇരുവർക്കും ആശംസകൾ അർപ്പിക്കുകയാണ്.